അപ്പോൾ ഇന്ന് ഒരു വെറൈറ്റി പോർക്ക് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിൻ്റെ പേരാണ് പോർക്ക് കുടക് സ്റ്റൈൽ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇത് 1 കിലോ പോർക്ക് മീറ്റാണ്. പോർക്ക് മീറ്റ് നല്ല വൃത്തിയായി നമ്മൾ കഴുകിയെടുത്തു. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ നെയ്യുണ്ട്, കുറച്ച് നെയ്യ് നമുക്കൊന്ന് സെപ്പറേറ്റ് ആക്കണം. ഇതിനെ ഒന്ന് ഉരുക്കി അതിൽ നിന്ന് കുറച്ച് നെയ്യ് എടുക്കണം. അല്ലെങ്കിൽ നമ്മൾ പാചകം ചെയ്യുമ്പം അതിൽ നിന്നുള്ള നെയ്യ് മുഴുവനായിട്ട് ഇറങ്ങിയിട്ട് പിന്നെ നമുക്ക് ഇറച്ചി കഴിക്കാൻ അല്പം ബുദ്ധിമുട്ട് തോന്നും. അപ്പം നെയ്യ് ഇഷ്ടമുള്ളവർ എടുക്കണമെന്നില്ല, നമുക്ക് അത്രയും നെയ്യ് വേണ്ട. അപ്പോൾ ആദ്യം ഇതിനെ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി ഉരുക്കിയെടുക്കാം. ഇതിനെ ചൂടാക്കിയാൽ മതി, വേറെ പ്രത്യേകിച്ച് എണ്ണയൊന്നും ഒഴിക്കേണ്ട. തന്നെത്താൻ ഇതിൽ നിന്ന് നെയ്യ് ഇറങ്ങും. കുറേ നെയ്യ് ഇറങ്ങിയതിന് ശേഷം നമുക്കിതിനെ ഇറച്ചിയുടെ കൂടെ വീണ്ടും മിക്സ് ചെയ്ത് പാചകം ചെയ്യാവുന്നതാണ്. ആദ്യം കുറച്ച് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷിന്റെ പേരാണ് പോർക്ക് കുടക് സ്റ്റൈൽ. അപ്പൊ അതിന്റെ കുറച്ച് സുഹൃത്തുക്കൾ കുടകിലുള്ളവരുണ്ട്, അവരെ ഉണ്ടാക്കുന്നത് കണ്ട് പഠിച്ചതാട്ടോ. ഇതിൽ വന്നിട്ട് നമ്മൾ പ്രത്യേകിച്ച് സാധാരണ ഇറച്ചിക്കറി ഉണ്ടാക്കും പോലെ സവാള വഴറ്റിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. കാണിച്ചു തരാം എങ്ങനെയാ ചെയ്യുന്നത്. കുക്കറിലോട്ട് മാറ്റും. കംപ്ലീറ്റ് നെയ്യും ഇറങ്ങരുത്, ഒരു പകുതിയൊക്കെ നെയ്യ് ഇറങ്ങിയതിന് ശേഷം അതിനെ കൂടെ നമ്മൾ ഈ കുക്കറിലേക്ക് മാറ്റണം. സുഹൃത്തുക്കളെ, ഞാൻ ഈ 1 കിലോ പോർക്ക് മീറ്റാണ് എടുത്തിരിക്കുന്നത്. അതിന് വലിയ 4 സവാള ദാണ്ട നിങ്ങൾ ഈ കാണുന്നുണ്ട്, ഒരു 3 വലിയ കഷ്ണം ഇഞ്ചി, 3 പച്ചമുളക്, ഏകദേശം ഒരു 10-15 വെളുത്തുള്ളി അല്ലി, ഇത്രയാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ഒന്ന് ചതച്ചെടുക്കാം. ഈ പച്ചമുളകും കൂടെ നന്നായിട്ട് ചതച്ചെടുക്കാം. ഈ നമ്മൾ അരിഞ്ഞു വെച്ച ഈ 4 സവാളയെ മുഴുവൻ ഇതേപോലെ ചതച്ചെടുക്കണം. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ കുടക് സ്റ്റൈലിൽ നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോൾ ഇതിൽ നമ്മൾ സാധാരണ ഇറച്ചിക്കറി ഉണ്ടാക്കും പോലെ ഇതിനെ വന്നിട്ട് നമ്മൾ ഈ സവാള വഴറ്റിയോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല. ഇതിനെ വന്നിട്ട് ഇങ്ങനെ ചതച്ച് അതിലേക്ക് ഇടുകയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചതച്ചെടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ചതച്ചെടുക്കാനേ പാടുള്ളൂ. ഇതിനെ എല്ലാം കൂടെ ഒരുമിച്ച് മിക്സ് ചെയ്ത് അങ്ങ് വെച്ചേക്കുക. ഇതിൽ വന്നിട്ട് നമ്മൾ മസാല, അതായത് നമ്മുടെ മുളക് പൊടിയും മല്ലിപ്പൊടിയും എല്ലാം വറുത്താണ് ഇടുന്നത്. അപ്പൊ ഞാൻ 1 കിലോ ഇറച്ചിക്ക് ഏകദേശം വലിയ 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ടു. അതുപോലെ അതേപോലെ 2 സ്പൂണ് മുളക് പൊടി ഇട്ടു. ഒരു 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു. അപ്പൊ ഇതിനെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യണം. ഇതിനെ വന്നിട്ട് മസാല കരിഞ്ഞു പോകാതെ ഇതിനെ കറക്റ്റ് ആയിട്ട് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിനെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മസാല കരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഇറച്ചിയുടെ ടേസ്റ്റ് മാറും. അതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിച്ച് ചെയ്യേണ്ട കാര്യമാണ്. സുഹൃത്തുക്കളെ, അപ്പോൾ നമ്മുടെ മസാല നല്ല വൃത്തിയായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നിങ്ങൾ ഇതിന്റെ കളർ ശ്രദ്ധിക്കുന്നുണ്ടാവും. ഏകദേശം ഈ ഒരു കളർ ആവുന്നവരെ അടുക്കി പിടിക്കാതെ ഇതിനെ മസാല നന്നായിട്ട് വറുത്തെടുക്കണം. ഈ ഇറച്ചി ഉണ്ടാക്കാനുള്ള ഉരുളി അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുക്കറിൽ അടിച്ചു വെച്ചിരുന്ന ഇറച്ചി മാറ്റുക. നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, സവാള ചതച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അപ്പൊ ഈ ഇറച്ചിയുടെ വെള്ളത്തിൽ കിടന്ന് വേണം ഈ മസാല വേകാൻ. തിളയ്ക്കാൻ തുടങ്ങി. ഉള്ളി ഇതിലേക്ക് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇതിലേക്ക് ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മസാല ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്. അപ്പൊ മസാല ഇതിലേക്ക് ഇങ്ങനെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് പിന്നെ അധികം ഒന്നും ചെയ്യാനില്ല. ഇവരുടെ കളറൊക്കെ മാറി അടിപൊളി ഒരു മണമൊക്കെ വരുന്നുണ്ട്. മസാല നന്നായിട്ട് ഇറച്ചിയിൽ പിടിക്കുന്നവരെ ലോ ഫ്ലെയിമിൽ അതിനെ തിളപ്പിക്കുക. ചാറ് കുറുകി ഏകദേശം ഒരു ഫ്രൈയോ ആവരുത്, കറിയോ ആവരുത്, ആ രീതിയിൽ നമ്മൾ റോസ്റ്റ് പോലത്തെ ഒരു രീതിയിലാക്കി എടുക്കണം അതിനെ. ഇപ്പൊ ഏകദേശം ആ ഒരു രീതിയിലായിട്ടുണ്ട്. ഇനിയാണ് നമ്മുടെ കറിയുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുടക് സ്റ്റൈലിൽ നമ്മൾ ഇറച്ചിക്കറി ഉണ്ടാക്കുമ്പോൾ മെയിനായിട്ട് വേണ്ടുന്ന ഒരു സാധനം എന്ന് വെച്ചാൽ നാരങ്ങയാണ്. നാരങ്ങയുടെ രുചിയാണ് ഇതിനകത്ത് എപ്പോഴും മുന്നിട്ട് നിൽക്കുന്നത്. അപ്പൊ ഈ നാരങ്ങ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് ചേർക്കുക. അപ്പൊ വലിയ നാരങ്ങയാണ് പകുതി മതിയാ പുളി അനുസരിച്ച്. അപ്പൊ നമ്മളൊരു പകുതി നാരങ്ങ ഇതിലേക്ക് പിഴിഞ്ഞ് ചേർത്തു. നാരങ്ങ പിഴിഞ്ഞ് ഒഴിച്ചതിന് ശേഷം ഒരു മിനിറ്റും കൂടെ. അപ്പൊ അതിന്റെ പ്രത്യേക പെട്ടെന്നൊരു മണമൊക്കെ അങ്ങ് മാറും. സുഹൃത്തുക്കളെ, നാരങ്ങ നീര് ഒഴിച്ചിട്ട് ഏകദേശം ഒരു 1 മിനിറ്റ് കൂടുതലായി. നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിഞ്ഞ് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ സുഹൃത്തുക്കളെ.